എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ടോ. നമ്മുടെ ഡാസ്ലറിന്റെ ഗിഫ്റ്റ് ഹാമ്പർ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ ഇതെങ്ങനെയാ കിട്ടിയെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ കുറേ പേര് അതിന് കമന്റ് ചെയ്തിട്ടുണ്ടായിട്ടോ. ഇത് ഞാൻ റീൽസ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോഴും അതിലും കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി കുറെ പേര് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിട്ടോ, ഇതെങ്ങനെയാ കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊരു വീഡിയോ ചെയ്യുമെന്ന്. സോ ഈ ഒരു ബോക്സ് ആണ് കേട്ടോ നമുക്ക് ഡാസ്ലർ അയച്ചു തന്നിട്ടുണ്ടായത്. ഇത് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. സോ ഇതെങ്ങനെയാ എനിക്ക് കിട്ടിയെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ ഞാൻ സാധാരണ രീതിയിൽ മൈക്ക് യൂസ് ചെയ്യാറില്ല. അപ്പോൾ വേറൊരു ഫോണിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടാണ് വോയിസ് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം എൻ്റെ ആ ഫോണില്ല, അപ്പോൾ ഞാൻ സാധാരണ രീതിയിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വോയിസിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് തോന്നുകയാണെങ്കിൽ, ഇപ്പോൾ വണ്ടി പോകുന്നതിൻ്റെയോ കിളി കരയുന്നതിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അതൊക്കെ ഒന്ന് ക്ഷമിക്കാം കേട്ടോ. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, ഹായ്, ഐ എം സാൻഡ്ര, വെൽക്കം ടു മൈ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. സോ ഞാൻ ഡാസ്ലറിന് ഒരു മെയിൽ അയച്ചിട്ടാണ് അവർ ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിട്ടോ. ഈ മെയിലിന്റെ പരിപാടിയൊക്കെ ഞാൻ അറിയുന്നത് എഡ്സ് വ്ലോഗ് എന്ന് പറയുന്ന ചാനലിലെ ഒരു ചേച്ചി ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി മെയിൽ അയച്ചു, അങ്ങനെയാണ് ഗിഫ്റ്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ ഉൾപ്പെടെ കുറെ പേര് ഡാസ്ലറിന് പോയിട്ട് മെയിൽ അയച്ചിട്ടാണ് ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് ഡാസ്ലർ അയച്ചു തരും. വെറുതെ മെയിൽ അയച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് ഗിഫ്റ്റ് അയച്ചു തരാനായിട്ട് ഡാസ്ലറിന് വട്ടുണ്ടോ എന്ന് വിചാരിക്കുന്ന കുറെ പേരുണ്ട്. പക്ഷെ അതങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഈ കിട്ടുന്ന ബോക്സ് വെച്ചിട്ട് ഒരു അൺബോക്സിംഗ് വീഡിയോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണം. വലിയ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ വീഡിയോ ചെയ്യണം എന്നില്ല. ജസ്റ്റ് നമ്മുടെ ഫേസ് ഒന്നും കാണിക്കണ്ട, ഒരു മ്യൂസിക് ഇട്ടിട്ട് ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ പോലെ ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡിന്റെ ഒരു കുഞ്ഞു വീഡിയോ ചെയ്താൽ മതി. അതിനാണ് ഇവർ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് അയച്ചു തരുന്നത് കേട്ടോ. ജസ്റ്റ് അവരുടെ ബ്രാൻഡ് ഒന്ന് പ്രൊമോട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ ഈ ഒരു പരിപാടി ചെയ്യുന്നത്. സോ ഈ മെയിൽ അയക്കേണ്ട കാര്യത്തിൽ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട്. എങ്ങനെയാണ് മെയിൽ അയക്കേണ്ടത് എന്നുള്ള കാര്യം കുറെ പേർക്ക് അറിയില്ല. അല്ലെങ്കിൽ കുറച്ച് പേര് മെയിൽ അയച്ചിട്ട് റിപ്ലൈ കിട്ടുന്നില്ല എന്ന് കുറച്ച് കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇപ്പൊ കുറെ പേര് ഇങ്ങനെ മെയിൽ അയക്കുന്നതുകൊണ്ട് ഡാസ്ലർ കുറെ മെയിൽ ഐ ഡീസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പല മെയിൽ ഐ ഡീസിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു പരിപാടി ചെയ്യുന്നത്. സോ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് പറയാം. ഞാനിപ്പോൾ പറഞ്ഞ പോലെ എഡ്സ് വ്ലോഗ് എന്ന് പറയുന്ന ആ ചാനലിലെ ചേച്ചി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായ ഒരു മെയിൽ ഐ ഡി, അല്ലെങ്കിൽ ആ ചേച്ചി ഫസ്റ്റ് മെയിൽ അയച്ചിട്ടുണ്ടായ ഒരു മെയിൽ ഐ ഡി ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം. അതിലാണ് ഞാൻ ഫസ്റ്റ് പോയിട്ട് മെയിൽ അയച്ചിട്ടുണ്ടായത് കേട്ടോ. മെയിൽ അയക്കേണ്ട ഒരു ജസ്റ്റ് ഒരു ഡെമോ പോലെ ഞാനിവിടെ സൈഡിലും എല്ലാം കൊടുത്തേക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യണം എന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലായിട്ട് പറഞ്ഞിട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഡെമോ പോലെ ഞാൻ എങ്ങനെയാണ് അയച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഡെമോ പോലെ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. സോ ഇങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് മെയിൽ ചെയ്യുക. ഈ പറഞ്ഞ മെയിൽ ഐ ഡിയിലേക്ക് ജസ്റ്റ് ഒന്ന് മെയിൽ ചെയ്ത് നോക്കുക കേട്ടോ. അതിൻ്റെ ഒപ്പം നമുക്കിപ്പോൾ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആണുള്ളതെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുക. എന്താണോ നിങ്ങൾക്കുള്ളത് അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 7 ദിവസം കഴിഞ്ഞിട്ടാണോ എനിക്ക് ഇതിന് റിപ്ലൈ വന്നിട്ടുണ്ടായത്. അത് അവർ വേറൊരു മെയിൽ അയച്ചു തന്നിട്ട് ഡാസ്ലർ മാർക്കറ്റിംഗ് ഡാസ്ലർ ഞാനവിടെ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു മെയിൽ അയച്ചു തന്നിട്ട് അതിലേക്ക് ഈ പറഞ്ഞ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മെയിൽ ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇവർക്ക് അയച്ച സംഭവം തന്നെ ഞാൻ ആ ഒരു മെയിലിലേക്കും അയച്ചു കൊടുത്തു കേട്ടോ. വീണ്ടും 7 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ എനിക്ക് റിപ്ലൈ അയച്ചിട്ടുണ്ടായത്. സെയിം മെയിലിൽ തന്നെയാണ് കേട്ടോ അയച്ചിട്ടുണ്ടായത്. ഒരു ഫോം അയച്ചു തന്നിട്ട് അത് ഫില്ല് ചെയ്യാനായിരുന്നു. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ അഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് തന്നെ ഈ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ്സ് ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. 4 ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡായിരുന്നു എനിക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഉണ്ടായത്. കുറെ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ യൂട്യൂബിൽ തന്നെ കുറച്ച് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് അധികം റിവ്യൂസ് കാണാത്ത കുറച്ച് ഷെയ്ഡ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഹൈപ്പ് കിട്ടിയിട്ടുള്ള കുറച്ച് ഷെയ്ഡ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 4 ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ്സിന്റെ കൂട്ടത്തിൽ ഒരു ഐലൈനർ കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ആ ഒരു ബോക്സിൽ വരിക എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് അവർ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 7 ബിസിനസ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു റിപ്ലൈ ഡാസ്ലർ അയക്കുന്നത്. അത് സെയിം മെയിലിൽ നിന്നല്ല കേട്ടോ, വേറൊരു മെയിലിൽ നിന്നായിരുന്നു ഡാസ്ലർ അയച്ചിട്ടുണ്ടായത്. അതൊരു വെരിഫിക്കേഷൻ മെയിൽ പോലെയായിരുന്നു. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെയിലായിരുന്നു. അപ്പൊ നമ്മൾ അത് നോക്കിയിട്ട് വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ കൊടുക്കുക. പിന്നെ ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് കൺഫർമേഷൻ മെയിൽ എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അതും വേറൊരു മെയിലിൽ നിന്നായിരുന്നു. അത് കൺഫേം ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ കൺഫേം ചെയ്തിട്ട് ഒരു റിപ്ലൈ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് മെയിലിന്റെ സൈഡിൽ നിന്ന് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. സോ ഈ കൺഫർമേഷൻ മെയിൽ കഴിഞ്ഞിട്ട് പിന്നെ അവരെനിക്ക് വേറെ മെയിൽസും കാര്യങ്ങളൊന്നും അയച്ചിട്ടുണ്ടായില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഒരു കൊറിയർ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ആകെ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾ മെയിൽ അയക്കുമ്പോൾ എപ്പോഴും ഒരു മെയിലിലേക്ക് തന്നെ അയക്കാതെ പറ്റുന്നത്ര മെയിലിലേക്ക് അയച്ചു കൊടുക്കാം. ഞാനിവിടെ പറ്റുന്നത്ര രീതിയിൽ ഡാസ്ലറിന്റെ മെയിൽ IDs കൊടുക്കാം. അതിലൊക്കെ നിങ്ങൾ ഈ സെയിം കണ്ടന്റ് തന്നെ ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ കുറവ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൽ അയച്ചു നോക്കുക. കാരണം 100-200 സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിലുള്ളവർക്ക് വരെ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണെന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും മെയിൽ അയക്കാതിരിക്കരുത്. എന്തായാലും അയച്ചു കൊടുക്കുക. കിട്ടി പോയാൽ പോയി എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തായാലും മെയിൽ അയച്ചു കൊടുക്കുക കേട്ടോ. ഇനി യൂട്യൂബ് ചാനൽ ഇല്ല, ജസ്റ്റ് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് മെയിൽ അയച്ചു കൊടുക്കുക. നിങ്ങൾ ഇൻസ്റ്റഗ്രാം വഴി റീൽസ് ആയിട്ടൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ മെയിൽ അയക്കുക. എന്നിട്ട് അവർ അയച്ചു തരുന്ന ഫോമിന്റെ അകത്ത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന്റെ ലിങ്ക് ഒന്ന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അവർ ചെക്ക് ചെയ്തിട്ട് ബാക്കി റിപ്ലൈസും കാര്യങ്ങളൊക്കെ അയക്കും. റിപ്ലൈ അയക്കാനായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ 7 തൊട്ട് 8 ദിവസം വരെയൊക്കെ ആയിട്ട് എടുക്കാം കേട്ടോ. 7-8 ബിസിനസ് ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവരുടെ റിപ്ലൈ വരുന്നത്. അത്രയും ഡിലേ ആവാറുണ്ട് കേട്ടോ. സോ അതൊക്കെ നോർമലാണ്. സോ എന്തായാലും നിങ്ങളൊന്ന് മെയിൽ അയച്ചിടാം. കിട്ടി പോയാൽ പോയി എന്നുള്ള രീതിയിൽ എന്തായാലും ഒന്ന് മെയിൽ അയച്ചിട്ടേക്കാം. ചിലപ്പോൾ ലോട്ടറി അടിച്ചാലോ ആ ഒരു രീതിയിൽ എന്തായാലും മെയിൽ അയച്ചിടാം കേട്ടോ. ഈ പറയുന്ന എല്ലാ മെയിൽ IDയിലേക്കും അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നുള്ള രീതിയിലാണല്ലോ അവർ നമുക്ക് ഗിഫ്റ്റ് അയച്ചു തരുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്കിപ്പോൾ റീലായിട്ട് ഇടാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ട് ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഇടാം. അത് 24 hours കഴിയുമ്പോൾ നമുക്ക് ഹൈലൈറ്റിലോട്ട് ആക്കി ഇടാൻ പറ്റുമല്ലോ. അങ്ങനെ ചെയ്യാം. ഇനി ഇൻ കേസ് അവരിപ്പോൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ അയച്ചെന്ന സാധനത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹൈലൈറ്റിന്റെ ലിങ്ക് അയച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ അതെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യാം. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എന്തായാലും വീഡിയോ കാര്യമായിട്ട് ചെയ്യാം. വലിയ നമ്മൾ വോയിസ് ഒന്നും കൊടുത്ത് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട. വെറുതെ ഒരു മ്യൂസിക് ഇട്ടിട്ട് അൺബോക്സിംഗ് വീഡിയോ പോലെ ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡിന്റെ ഒരു കുഞ്ഞു വീഡിയോ ചെയ്താൽ മതി. സോ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.